നമ്മളൊക്കെയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെറുക്കുന്ന കാര്യം ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൊതിക്കുന്നവരാണ്. ഒരു തരത്തിലുള്ള വെറുക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും വിഷമപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കൊതിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ ദിക്ർ, പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരത്തിന് ശേഷം ഈ പറയുന്ന രൂപത്തിൽ ഈ പറയുന്ന എണ്ണം നിങ്ങൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ അന്നത്തെ ദിവസം അനിഷ്ടകരമായിട്ടുള്ള, പ്രയാസപ്പെടുത്തുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ദിക്ർ എന്നും അത് എത്ര പ്രാവശ്യം ചൊല്ലണം എന്നും അതിന്റെ മഹത്വങ്ങൾ മറ്റെന്തൊക്കെയാണ് എന്നും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു നമ്മെ എല്ലാം ഖൈറിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹ്ലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. സർവ്വ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, സമാധാനത്തിലാക്കി കൊടുക്കട്ടെ. ശേഷിക്കുന്ന ജീവിതം ഈമാനോടെ ജീവിച്ച് അതേ ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള മഹത്തരമായ ഭാഗ്യത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ക്ലാസുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റിനെ പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ഉപകാരപ്പെടലാണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു ആയുസ് തന്നിട്ട് ഈ ആയുസ്സിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ധാരാളമായി എൻ്റെ അടിമ നന്മ ചെയ്യണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെയാണല്ലോ. അത് നമുക്കറിയുകയും ചെയ്യാം. അങ്ങനെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മ ജീവിതത്തിൽ അധികരിപ്പിക്കാനും നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ്. അതുപോലെ തന്നെ നേരത്തെ പറയപ്പെട്ടിട്ടുള്ളത് പോലെ തന്നെ ഈ ദിക്ർ രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഓതിക്കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ, രൂപം ഇൻഷാ അല്ലാഹ് പറയാം, ആ രൂപത്തിൽ ഓതിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ അന്നേ ദിവസം യാതൊരുവിധ പ്രയാസവും വെറുക്കപ്പെടുന്ന കാര്യമോ ഉണ്ടാവുകയില്ല. എത്ര വലിയ ദിക്റായിരിക്കും അപ്പോ! എന്നാൽ ഈ ദിക്ർ ചൊല്ലൽ നമുക്ക് ധാരാളമായി റിസ്ക് എടുക്കുന്ന ഒരു ജോലിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ട ഇബാദത്തല്ല, അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു ജുസ് ഓതുന്നതോ അല്ലെങ്കിൽ ഓതി തീർക്കുന്നതോ ആയിട്ടുള്ള സമയം വേണ്ടി വരുന്ന ഒരു അമലല്ല, ഒരു ദിക്റല്ല. അത്രയും ദൈർഘ്യമുള്ള ഒരു ദിക്റോ അല്ലെങ്കിൽ ഒരു അമലോ അല്ല പ്രിയപ്പെട്ടവരെ. വളരെ കുറഞ്ഞ സമയം നമുക്ക് മതിയാകുന്നതാണ്. എന്നാൽ ധാരാളം പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് മുത്തുനബിയുടെ ഹദീസ് പരിശോധിക്കാം. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ് പ്രിയപ്പെട്ടവരെ. അൻ അബീ ദർരിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്തുനബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറയുന്നത്? മൻ ഖാല ഫീ ദുബരി സ്വലാത്തിൽ ഫജ്രി, ആരെങ്കിലും ഒരാള് പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരത്തിന് ശേഷം, അതായത് ഉടനെ, ദുബരി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഉടനെയാണ് പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരം, അതുപോലെ വഹുവ സാനിൻ റിജ്ലൈഹി, അതേ ഇരുത്തം, അത്തഹിയാത്തിന്റെ അതേ ഇരുത്തത്തോടെ ആ കാൽ വെച്ചുകൊണ്ടിരിക്കാൻ, അങ്ങനെ ഇരിക്കുന്ന അതേ ഇരുത്തത്തിൽ തന്നെ നമ്മൾ എന്താണ് ആദ്യം പറയുക? സാധാരണ നിലയിൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലാറുണ്ട്. ഇസ്തിഗ്ഫാർ അല്ലാതെ വേറെ ഒന്നും ആ സമയത്ത് ജോലിയാകാതെ, സംസാരിക്കാതെ, ഖുർആനോദലിലോട്ട് കടക്കാതെ, ദുആയിലേക്ക് കടക്കാതെ, സ്വലാത്തിലേക്ക് കടക്കാതെ, മറ്റു ദിക്റുകളിലേക്ക് കടക്കാതെ
നേരെ ഈ ദിക്ർ പറഞ്ഞാൽ, ഏതാണ് ദിക്ർ? ഈ ദിക്ർ പറഞ്ഞാൽ, ദിക്ർ നമുക്ക് പഠിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഈ ദിക്ർ 10 മർറാത്ത് 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ ഉടനെ മറ്റൊന്നിനോടും ജോലിയാകാതെ 10 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ കുത്തിബത്ത് ലഹു 10 ഹസനാത്ത്, 10 നന്മകൾ അവന്റെ പേരിൽ എഴുതപ്പെടുന്നതാണ്. വമുഹി അൻഹു 10 സയ്യിആത്ത്, 10 പാപങ്ങൾ അവന്റെ മായ്ക്കപ്പെടുന്നതാണ്. അതേ സമയത്താണ് നമ്മൾ ചൊല്ലുന്ന അതേ സമയത്ത്. അതുപോലെ വറുഫിഅ ലഹു 10 ദറജാത്ത്, 10 ദറജ, 10 ഗ്രേഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചൊല്ലിയ മനുഷ്യനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ വകാന യൗമുഹു ദാലിക കുല്ലുഹു ഫീ ഹിർസിൻ മിൻ കുല്ലി മക്റൂഹ്, അന്നേ ദിവസം ആ മനുഷ്യന് എന്തൊക്കെ വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ അതൊന്നും തന്നെ സംഭവിക്കുകയില്ല. അതിൽ നിന്നൊക്കെയും സംരക്ഷണമാണ്. ഏത്? ഈ ദിക്ർ 10 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാലുള്ള കാര്യമാണ് ഈ പറയുന്നത്. 10 പ്രാവശ്യം ഈ ദിക്ർ ഒന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം വെറുക്കപ്പെട്ട ഒരു കാര്യവും സംഭവിക്കുകയില്ല. അനിഷ്ടകരമായിട്ടുള്ള, പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ജീവിതത്തിൽ സംഭവിക്കുകയില്ല. വഹിറസും മിനശ് ശൈത്വാൻ, വെറുക്കപ്പെടുന്ന കാര്യം മാത്രമല്ല, ശൈത്വാനിയായ യാതൊരു തരത്തിലുള്ള ഉപദ്രവമോ ശല്യപ്പെടുത്തലോ, ശൈത്വാനിന്റെ സ്വഭാവം ദുഷ്പ്രവർത്തനമാക്കുന്ന, നമ്മളെ സ്വഭാവത്തെ ചീത്തയാക്കുന്ന യാതൊരു തരത്തിലുള്ള ശൈത്വാനികമായിട്ടുള്ള ഉപദ്രവമോ ഉണ്ടാവുകയില്ല. ഇത്ര പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് പ്രിയപ്പെട്ടവരെ. ചിന്തിച്ചു നോക്കണം. ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വിജയം മാത്രമാണ് നമുക്ക് ഉണ്ടാവുക. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം മറന്നു പോകണ്ട, വേറെ ഒന്നിനോടും ജോലിയാകാതെ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പ് തന്നെ വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും ചെയ്യാതെ അവിടെ നേരെ ഖിബിലക്കിരുന്ന അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഈ ദിക്ർ സുബഹി നമസ്കാരം പോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പാരായണം ചെയ്യാവുന്നതാണ്. അള്ളാഹു ഉറപ്പായും വലിയ നന്മ കിട്ടുന്ന ദിക്റാണ് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നതായിട്ടുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മുടെ പ്രയാസങ്ങൾ ഇത് കാരണമായിട്ട് ഇല്ലാതെയാകുമെന്ന് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കാരുണ്യക്കടലായ റബ്ബ് തആല പരിപൂർണമായി മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷം മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ എന്ന ദുആയോടെ നിർത്തട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.